തിന്ന് കൊതി പിടിച്ചിട്ട് അസ്ഥിക്കൂടങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. വീണ്ടും പോയി കുറച്ച് ചോറും ഇതും കൂടെ എടുത്ത് വന്നെടുത്ത് വെച്ച് കാണാന്നുള്ള രീതി കൊതിയായിപ്പോയി. ഒന്നും പറയണ്ട. ഷാപ്പിനെയൊക്കെ വെട്ടും. നല്ല കുരുമുളകും എല്ലാം നല്ലോണം ഇട്ടുണ്ട കുരുമുളകൊക്കെ. ഹായ് ഹലോ, നമുക്കിന്നൊരു ഒരു അടാർ ഐറ്റം കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഞണ്ട്. പുഴഞ്ഞണ്ടല്ലേ ഇത്? പുഴഞ്ഞണ്ടല്ലേ ഇത്? പുഴഞ്ഞണ്ട് ഇല്ല, ജീവനില്ല. ഇന്നലെ കൊണ്ടുവന്നപ്പോ ജീവനുണ്ടായിരുന്നു. ഞാൻ ഫ്രീസറിൽ വെച്ചാണ്. സൗകര്യം പോലെ എടുക്കാലോ. അതുകൊണ്ടല്ലേ ഇന്നലെ ഇത്തിരി തിരക്ക് കൂടുതലായിരുന്നു. ഞാൻ പറഞ്ഞു ഞണ്ടും മുരിങ്ങാക്കോലും കടച്ചക്കയും കൂടെ ഇട്ട് വെക്കാൻ പറഞ്ഞു. നടക്കൂല. പക്ഷെ അത് പെട്ടെന്ന് അന്ന് തന്നെ എടുക്കണം. പിന്നെ ഇവിടെയുള്ള കുട്ടികൾക്കും അമ്മക്കും ചക്കയും മുരിങ്ങാക്കോലൊന്നും കൂട്ടിയുള്ളത് ഇഷ്ടമല്ല. ഞണ്ട് നല്ല ഡ്രൈ ആയിട്ട് ജോളി സ്പെഷ്യൽ ആണ്. അതെങ്ങനെയാണ് അതിന്റെ എന്താ ചെയ്യണ? ഞണ്ട് റോസ്റ്റ്. അത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ജോലി ചെയ്യുന്നത്. കാണുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടും. നിങ്ങൾ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കമന്റ്സുകളും അനുഭവങ്ങളും എല്ലാം ഷെയർ ചെയ്യണം. അപ്പൊ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചത്തതായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇന്നലെ നല്ല ജീവനുണ്ടായിരുന്നു. ഇതൊക്കെ വെട്ടാനല്ലെങ്കിൽ ഭയങ്കര പാടായിരുന്നു. അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വരാം. നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പീസുകളാക്കിയിട്ടില്ല. കണ്ട ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ കണ്ട. എന്താ ഇതിന് പറയണേ? പൊന്ന ഒട്ട അങ്ങനെയൊക്കെ പറയാം. അതെ. അപ്പൊ ഇത് അതിൻ്റെ അകത്തുള്ള കറുത്ത പാടാണ്. അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ബാക്കിയൊക്കെ എല്ലാം ചെയ്തപ്പോ 2-3 വലിയ ഞണ്ടുണ്ടായത്. അത് ഞാൻ പീസാക്കിയില്ല. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കണ്ടോ? ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി നമ്മുടെ ഞണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേ സവാള, ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. പൊട്ടി തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊട്ടിക്കഴിഞ്ഞു. കുറച്ച് തേങ്ങാക്കൊത്ത എടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയായിരുന്നു. അപ്പോൾ അത് ഞാൻ 2-3 ആക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൈ തട്ടി വേണം. കുറച്ച് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടിയാണ് സൈഡിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ആയിട്ടുണ്ട്.
തക്കാളിയൊക്കെ ഉടഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേകാനായിട്ട് കുറച്ച് വെള്ളം, ഇത് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറിയുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം നമ്മളതിന് ഇതിൽ ചേർക്കാനായിട്ട് ഞാനിവിടെ എന്ന് പറയാം അങ്ങനെ ആയിപ്പോയിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നമ്മൾ താളിച്ച് വെക്കും. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എരിവുണ്ട് എങ്കിലും നമുക്കതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ വെള്ളമൊക്കെ അവസാനം വറ്റിച്ച് ഒന്ന് വരട്ടിയെടുക്കാം. ഇനി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന ആ വേപ്പില നമുക്കതിലേക്ക് ഒഴിച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം, ഒഴിച്ച് വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ഞണ്ട് കറി റെഡിയായിരിക്കുകയാണ്. ഞണ്ട് റോസ്റ്റ് ചേട്ടൻ പാത്രവുമായി വന്നു. മണി 2:30 വിശക്കുന്നു. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിരിക്കുകയാണ്. ഞണ്ട് കറി മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. പണ്ടൊക്കെ പിള്ളേരൊക്കെ വലുതായില്ലേ, എല്ലാവരും കറക്കത്തിലാണ്. മഴ ഇത്രയും ദിവസം കൂട്ടിപ്പിടിച്ച മഴയായിരുന്നു. അപ്പൊ മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ അർസാനയും ശ്രേയസും പോയി. അപ്പൊ ഇപ്പുറത്തൂടെ അനു ഒരു കല്യാണത്തിന് പോയതാ. സ്നേഹ വിളിച്ചപ്പോ അവരിന്തേ പുറത്തു പോകാൻ വേണ്ടി പോണ്, സ്നേഹയും നിർമ്മലും ഒക്കെ. അങ്ങനെ പിള്ളേരൊക്കെ വലുതായപ്പോ എല്ലാവരും പാവപ്പെട്ട അപ്പനും അമ്മയും മാത്രം ഇവിടെ ഞണ്ട് കറിയും വെച്ച് ചാറ് കറിയും വെച്ച് ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ചോറ എടുത്ത് വെച്ചേക്കണത്. രാവിലെ ഒരു ചെമ്മീൻ മാങ്ങ ഒരു സ്പെഷ്യൽ കറിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ. കണ്ടില്ല, മുരിങ്ങാക്കോല് മീൻകറി വെക്കണ പോലെ ചെമ്മീനുണ്ട് ഇതില്. ചെമ്മീനുണ്ട് ഇതില്. ചെമ്മീൻ മാങ്ങ മുരിങ്ങാക്കോല് 3 കൂട്ടം അല്ലേ മീൻകറി വെക്കണ പോലെ. പിന്നെ നമ്മുടെ ഞണ്ടും റെഡി ആയിരിക്കുകയാണ്. അയ്യോ ഇറക്കും എന്നും പറഞ്ഞ് ഇരിക്കണ പോലെ ഇരിപ്പുണ്ട്. ഞണ്ടിന്റെ ഗ്രേവി ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പുമാങ്ങ മഴക്കൊക്കെ മുമ്പേ 2-3 മാസം കണ്ണിമാങ്ങ തുടങ്ങണ സീസണില് നമ്മള് ഇട്ടോട്ടെ. ജോളി ഷൈജുവിനും കൂടി ഞാൻ റെഡിയാക്കി വെക്കണേ കേട്ടോ. എപ്പോഴും ഒരു കരുതല് വേണം. അവള് വീഡിയോ എടുത്തോട്ടെ, അവള് വിളമ്പിക്കോട്ടെ, അവള് ഉണ്ടായിക്കോട്ടെ എന്നല്ല, അവരെപ്പോഴും നമുക്ക് വിളമ്പി തന്നതാണ്. അപ്പൊ ആ കുടുംബജീവിതത്തിന്റെ ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ ഒരു സന്തോഷവും കൂടെയാണ്. ഒരാൾ ഒറ്റക്ക് എല്ലാം എടുക്കാതെ സെറ്റാക്കി കൊടുക്കണം. ചാറിയിരുന്ന് അത് സെറ്റാക്കി. ചാറുകറി അതിനെയും വെട്ടും. ഞണ്ടിന്റെ ഗ്രേവി അല്ല, ആ കൊതിയൂറൻ ഞണ്ട് കറി സൂപ്പർ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എല്ലാരും കമന്റ്സ് ചെയ്യണം. ജോളി പിടിച്ച് നിക്കണേണ് കൊതി വന്നിട്ട് വീഡിയോ പിടിച്ച് കമന്റ്സ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ ഇടയ്ക്ക് വെടിവറച്ചിലും കുക്കിംഗ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ്, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം വേണം. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിന് എല്ലാവർക്കും നന്ദി. ടാറ്റ, ബൈ ബൈ. ജോളി ഷൈജു. അപ്പൊ കഴിക്കട്ടെ അല്ലേ.